നമ്മളെ സ്വന്തം അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ്, റിലയൻസ് എനർജി ലിമിറ്റഡ് 5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് അമേരിക്ക സാങ്ഷൻ ലിഫ്റ്റ് ചെയ്ത ഉടനെ തന്നെ, ഇപ്പോൾ ഈ അടുത്ത് യുദ്ധം നടക്കുമ്പോൾ തന്നെ മേടിച്ചു വെച്ചത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? റോത്ത്ഷൈൽഡിന്റെ ഇന്ത്യയിലെ പാർട്ട്ണർ ആരാണ്? റോത്ത്ഷൈൽഡിന്റെ ഹെഡായ അലക്സാണ്ടർ ഡെ റോത്ത്ഷൈൽഡ് നമ്മുടെ മന്ത്രിമാരുമായും റിലയൻസിന്റെ ഹെഡായ മുകേഷ് അംബാനിയും ഒക്കെ ചർച്ച ചെയ്ത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പുമായി, ജിയോയുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്, NSEയിലേക്ക് അഡ്വൈസറി ആയിട്ട് പെട്ടെന്ന് തന്നെ അലക്സാണ്ടർ ഡെ റോത്ത്ഷൈൽഡിനെയും അവരുടെ കമ്പനിയെയും ഇവിടെ നമ്മുടെ മന്ത്രിമാർ ക്ഷണിച്ചിരുത്തി വെച്ചിരിക്കുന്നുണ്ട്. ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്നും അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം റിപ്പോർട്ട് പ്രകാരം 19 റിഫൈനറികളിലാണ് ഒറ്റപ്പെട്ട തീപിടുത്തവും ഡ്രോൺ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നടത്തുന്നത് ആരാണ്? എല്ലാം ഇപ്പറഞ്ഞ നമ്മൻ്റെ ആളാണോ, അല്ലെങ്കിൽ ഇസ്രായേലും ഈ റോത്ത്ഷൈൽഡും അമേരിക്കയും ചേർന്നുകൊണ്ട് പുതിയ വിഭവമായ ഇവരുടെ ഓയിലിന് വേണ്ടിയുള്ള കളിയാണോ? പുരാതന കാലം മുതൽക്കേ കള്ളിനും പെണ്ണിനും വേണ്ടിയാണ് യുദ്ധം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സ്വർണത്തിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും വേണ്ടിയായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന യുദ്ധം അത് എനർജി വേണ്ടിയാണ്, ഓയിലിന് വേണ്ടിയാണ്. ആ രേഖയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് ആ രേഖ. അതായത് അറ്റ്ലീസ്റ്റ് 19 refineries depots across 9 countries have been sustained damage from fires, explosion or drone attacks in the first 4 months of 2026. 2026 മാത്രം ജനുവരി മുതൽ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 19ഓളം റിഫൈനറികളാണ് ആക്രമിക്കപ്പെട്ടതും അറിയാതെ പെട്ടെന്ന് തീപിടിച്ചിട്ടുള്ളത്. അതെങ്ങനെ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് റഷ്യയിലാണ്, അതുപോലെ ഓസ്ട്രേലിയ, ഇന്ത്യ, കുവൈത്ത്, സൗദി അറേബ്യ, UAE, USA, മെക്സിക്കോ. ഈ സ്ഥലങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണോ ഈ തീപിടുത്തം? കറക്റ്റ് പറയുകയാണെങ്കിൽ മാർച്ച് 2026 റഷ്യയിലെ ടുപ്പൈസ് ഓയിൽ റിഫൈനറി, അതുപോലെ യറോസ്ലാവ് റിഫൈനറി, ക്രിഷ് റിഫൈനറി, പ്രിമോസ്കിലെ റിഫൈനറി, റഷ്യയിൽ 4 നടന്നിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിലെ HPCL രാജസ്ഥാൻ റിഫൈനറി. കാരണം പറയുന്നത് CDU യൂണിറ്റ് തകർന്നിട്ട് ഫയർ ഉണ്ടായിട്ട് ആയെന്നാണ് പറയുന്നത്. മറ്റുള്ളിടത്തൊക്കെ ഡ്രോൺ സ്ട്രൈക്ക് ആയിരുന്നു. അതുപോലെ ഓസ്ട്രേലിയയിൽ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ എമർജൻസിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ കുവൈത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുവൈത്തിലെ മിന അബ്ദുള്ള റിഫൈനറിയിൽ ഉണ്ടായിട്ടുണ്ട്. കുവൈത്തിലെ അഹമ്മദി റിഫൈനറി ഉണ്ടായിട്ടുണ്ട്. സൗദിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ UAEയിൽ മാർച്ചിൽ 2026, USAയിൽ ഏപ്രിൽ 18, മെക്സിക്കോയിൽ ഏപ്രിൽ 10. ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടായതാണ്? വെറുതെ ആണോ? ഈ റിഫൈനറികളൊക്കെ എല്ലാ ലോകത്തിലെ പല പ്രമുഖ റിഫൈനറികളും പല ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട ഡ്രോൺ ആക്രമണവും ഒറ്റപ്പെട്ട തീപിടുത്തവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നറിയപ്പെടുന്ന സ്വയം പോലീസ് എന്ന് വീമ്പിളക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് വന്നിട്ട് ഓരോ പത്രസമ്മേളനം നടത്തുമ്പോഴും ആ പത്രസമ്മേളനത്തിന് ലിങ്ക് ആയിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം മാർച്ച് 9 വന്ന് പറയുകയാണ്, നമ്മളിത് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ വാറും നിർത്താൻ, ഇറാനുമായിട്ടുള്ള എല്ലാ വാറും നിർത്താൻ പോവുകയാണ്. അപ്പം തന്നെ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് പോവുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് ബെറ്റ് ചെയ്തുകൊണ്ട് ഇൻസൈഡർ ട്രേഡിംഗ് നടത്തിക്കൊണ്ട് 800 മില്യണോളമാണ് അവിടെ ഒരു ഇൻസൈഡർ ട്രേഡേഴ്സ് ലാഭം ഉണ്ടാക്കുന്നത്. ഒരു ടീമാണിത്. അതുപോലെ പല ടീമുകളും വേറെ ഉണ്ട്. അതുപോലെ തന്നെ വാറ് നിർത്താൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 23 അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ 25% ഓയിൽ പ്രൈസ് ഡൗൺ ആയത്. അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടാണ് ഇദ്ദേഹം വന്നിട്ട് ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതോടനുബന്ധിച്ച് മാർക്കറ്റിൽ നിന്ന് പകൽ കൊള്ളയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഈ ഇൻസൈഡർ ട്രേഡിംഗ് അമേരിക്കയിൽ ബൈ ലീഗലി നിർത്തിയ സംഭവമാണ്. ഇത് ചെയ്യുന്നത് ആരെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായ സമയമാണ്. ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, അദ്ദേഹത്തിന്റെ മോനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയറും അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ജെറാൾഡ് കുഷ്നറും ഒക്കെ അടങ്ങുന്ന ഒരു കൺസോർഷ്യം ടീമുകളാണ് പല കമ്പനികളിലും ബെറ്റിംഗ് ആപ്പിൽ. ഇത് പറയുന്നത് 2-3 ബെറ്റിംഗ് ആപ്പിന്റെ പേരുകൾ ഇവരുടെ, അതെ, പോളി മാർക്കറ്റ്, അതുപോലെ കാൽസി എന്നൊക്കെ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളിലും അതുപോലെ തന്നെ ജനറൽ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെയാണ് ഇവർ കളിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇൻസൈഡർ ട്രേഡിംഗ് 1933 അമേരിക്കയിൽ ബൈ ലോ നിർത്തലാക്കിയ സംഭവമാണ്. 2012 ഇതിനൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് ഇവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ട്രംപിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അമേരിക്കയിലെ ഒരു സംഘടനകൾക്കോ അവിടെയുള്ള സോ കോൾഡ് ഭയങ്കരമായ ഡെമോക്രസി എന്നറിയപ്പെടുന്ന എല്ലാത്തിനെതിരെയും പ്രതികരിക്കുന്ന സ്ത്രീകളെ സ്ത്രീകളുടെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സൊസൈറ്റിയായ അമേരിക്കയ്ക്ക് ചെറുവിരൽ പോലും അനക്കാൻ പറ്റുന്നില്ല. ഇത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ
വെനിസുലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്ന തലേന്ന് വരെ ഈ ബെറ്റിംഗ് നടന്നിട്ടുണ്ട്. ട്രംപുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലൊക്കെ കൊള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് ഇവർ ഫണ്ട് വലിക്കുന്നത്. ഇതൊരു തരത്തിലുള്ള പകൽ കൊള്ള തന്നെയാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ ഇതിനെതിരെ മിണ്ടാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ അമേരിക്കയിൽ ഏറ്റവും വലിയ എന്താ പറയുക ഡെമോക്രസിയായ, ലോകത്തിന് മാതൃകയായ, എല്ലാ കാര്യങ്ങൾക്കും നമ്മളാണ് മാതൃക എന്ന് പറഞ്ഞുകൊണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ലോകത്തിലുള്ള എല്ലാവരുടെയും പട്ടിണി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്ക ചെയ്യുന്ന ചെറ്റത്തരത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഇതെല്ലാം ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിവരമില്ലാത്ത കുറെ ടീമുകൾ വന്നിട്ട് പറയും, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ജിഹാദികളാണ്, വിവരമില്ലാത്ത 6-ാം നൂറ്റാണ്ട് മതക്കാരാണ്, എല്ലാ യുദ്ധങ്ങളും ഉണ്ടാക്കുന്നത്. മക്കളെ, 6-ാം നൂറ്റാണ്ട് മതത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആ മതം ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആൾക്കാരെ സംരക്ഷിക്കാനും പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം എത്തിക്കാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ആ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും അടങ്ങുന്ന ഈ സാത്താൻ സേന വന്നിട്ട് എല്ലാ ഭാഗത്തും ആക്രമണം അയച്ചു വിടുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കല്ലെറിയുമ്പോൾ അത് തടയാൻ നമ്മൾ ഒരു പരിചയം എടുത്ത് വെക്കൂലേ, അതുപോലത്തെ ഒരു ഡിഫെൻഡിങ് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. അതിന് മതമോ ജാതിയോ ഒന്നുമില്ല, അത് ലോക നിയമമാണ്. ആക്രമിക്കപ്പെടുമ്പോൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അത് ലോകത്തിൻ്റെ നമ്മുടെ മനുഷ്യ രാശിയുടെ ഒരു മുഖമുദ്രയാണ്. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് ചാർത്തി കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള മതത്തിൻ്റെ വെറിയോ മറ്റു കാര്യങ്ങളോ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയും രാഷ്ട്രീയം മാത്രം ലാഭമാക്കിക്കൊണ്ട്, രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പേരും പറഞ്ഞ് കുറച്ചു കാലം കൂടി നമ്മുടെ അടിമകളെ അടിമത്തത്തിൽ തന്നെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് കുറച്ചും കൂടിയും വോട്ടും കാര്യങ്ങളും ഇങ്ങ് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകാരുള്ള കാലത്തോളം ഈ പറഞ്ഞ ചർച്ചകൾക്കോ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ സ്വജനപക്ഷപാതത്തിനും അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും എല്ലാം ഇനി അങ്ങോട്ടേക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർ വളം വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അവരോട് അമേരിക്കക്കെതിരെ ഒരു ജനത, ആ ജനതയുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും, ആ ജനതയുടെ മൊത്തം അവരുടെ എന്തൊക്കെയുണ്ട് സ്വത്തും ജീവനും അവരുടെ അഭിമാനം ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഇന്നും അവർ പോരാടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്തുകൊണ്ടും ബഹുമാനം തോന്നുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ജാതിയുടെ മതത്തിൻ്റെ കുപ്പായം മറ്റുള്ള ആൾക്കാർ തുന്നിവെക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും സത്യമായി തന്നെ നിൽക്കും. നമ്മൾ ചിന്തിച്ചു നോക്കും, നോർമലായിട്ടുള്ള ഒരാൾ, സ്വന്തം ബുദ്ധിയുള്ള, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. മറ്റുള്ള സംഘടനകളെയും കാര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായി ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളിൽ നടത്തിയ ജൽപ്പനം പോലെ, ഇപ്പോൾ വെനിസുലയിൽ പോയി പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്നതുപോലെ, അല്ലെങ്കിൽ ഇറാഖിൽ പോയി സദ്ദാമിനെ പിടിച്ചുകൊണ്ടുവന്ന് തൂക്കിക്കൊന്നതുപോലെ, അതുപോലെ ലിബിയയിൽ പോയി അവിടുത്തെ ഭരണാധികാരിയെ കൊന്നതുപോലെ, ലോകത്ത് എവിടെയൊക്കെ ഇവർ ആക്രമണം അയച്ചുവിട്ട് കൊലപാതകങ്ങൾ നടത്തി ഇവരുടെ മേൽക്കോയ്മ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇറാനും ഒരു പക്ഷേ മിണ്ടാതെ ഒരു മൂലക്കിരുന്ന് ഇവരുടെ എല്ലാ ആക്രമണങ്ങളും സ്വയം ഏറ്റുവാങ്ങി നശിക്കാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്ക ഇന്ന് ലോകത്തുള്ളതിനേക്കാളും ഒരു തെമ്മാടി രാഷ്ട്രമായി വളരുകയല്ലേ ചെയ്യാൻ. ഇപ്പം അവർക്ക് ഒരു കടിഞ്ഞാൻ, അല്ലെങ്കിൽ ലോകത്ത് എത്ര ചെറിയ രാഷ്ട്രമായാലും അവർ നട്ടലോടുകൂടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, ഈ മുട്ടുകാലെന്ന് പറഞ്ഞത് മുട്ടിലേയാൻ മാത്രമല്ല, ആ മുട്ടുകാല് കാല് നിലത്ത് കുത്തി എണീച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക ആയാലും ഒന്ന് വിറക്കും, അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ടടിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇറാന്റെ ചെറുത്തുനിൽപ്പ്. അപ്പോൾ അങ്ങനെ ചെറുത്തു നിൽക്കുന്ന ഒരു രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് അവരവരുടെ ഒരാളുടെ ബുദ്ധിക്കും അവരവരുടെ ചിന്താശേഷിക്കുമുള്ള കാര്യമാണ്. അതിൽ നമ്മൾ
പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം, നമുക്ക് നമ്മുടെ രാജ്യത്തോട് എന്തുകൊണ്ടും സ്നേഹം ഉണ്ടാകും. അപ്പോൾ നമുക്കെതിരാണ് അവർ വരുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായും നമ്മൾ ഇന്ത്യയുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ ഫാസിസം എല്ലാ കലിയും പൂണ്ടുകൊണ്ടൊരു ജനതയെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും അവർ ചേർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ രാജ്യത്തെടുക്കാം. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ച് ഒതുക്കി അടിമകളാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് കല്ലും മുള്ളും വടിയും എടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു അങ്ങോട്ടേക്ക് നമ്മൾ പൊരുതി സ്വാതന്ത്ര്യം നേടിയെടുത്തില്ലേ. അപ്പം അതുപോലെ ആണ് ഇന്ന് ഇറാൻ്റെ അവസ്ഥ. ഇറാൻ്റെ മേൽ ഇവർ ആക്രമണം അയച്ചു വിടുകയാണ്. അല്ലെങ്കിൽ ഇറാനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ എണ്ണയും അവരുടെ മറ്റു വസ്തുക്കളും സ്വന്തമാക്കാൻ വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടക്കുന്നൊരു യുദ്ധമാണ് ഈ യുദ്ധം എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ചിന്താഗതി നമ്മൾ നിലനിർത്തിപ്പോയാൽ മാത്രം മതി. അല്ലാതെ ഇത് നമ്മുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സംഭവമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തോ വലിയ വിഷയമാണെന്നോ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ചില നിഗൂഢ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് മുൻപിൽ എല്ലാവരും അടിയറവ് വരണമെന്നില്ല.